അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബി വീട്ടിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ ഒരു പരിഗണന ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ് ഫർസാന. കയ്യിൽ അത്രക്കും വലിയൊരു തുകയും അന്ന് വൈകിട്ട് തന്നെ ഒരു ഐഫോണും. അവൾക്ക് ഒട്ടും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, ഞാൻ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണോ എന്നവൾക്ക് തോന്നിപ്പോവുകയാണ്. അന്ന് അറബിച്ചി അവളുടെ അടുക്കിലേക്ക് വന്നു. ഫർസാന, ആ, നീ കോൾ ചെയ്തോ വീട്ടിലേക്ക്? ഇല്ല. അതെന്താ മോളെ, വിളിച്ച് സംസാരിക്ക്. പഠിച്ചോനെ, എന്താണ് ഇവർക്ക് എന്നോട് ഇത്രയധികം സ്നേഹം? ഫർസാനക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അവൾ ഉമ്മയോട് ഉപ്പയോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവതരിപ്പിക്കണം എന്നവൾക്ക് അറിയുന്നില്ല. നാണക്കേടുണ്ട്. കാരണം ഉമ്മാക്കും ഉപ്പാക്കും കുടുംബങ്ങൾക്കും നാണക്കേടുണ്ടാക്കി മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോന്ന പെണ്ണാണ് ഞാൻ. പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് ധൈര്യമില്ല. അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അങ്ങ് പെട്ടെന്ന് വിളിക്കാൻ വയ്യ. വിളിക്കാനും പറയാനും എന്ത് ചെയ്യണം എന്നെനിക്കറിയുന്നില്ല. കയ്യിൽ ഫോണുണ്ട്, ക്യാഷുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എങ്ങനെ അവതരിപ്പിക്കും എന്നെനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നീ എവിടെ, നീ എങ്ങനെ അവിടെ എത്തി എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും? ഫർസാനക്ക് വിളിക്കണം എന്നും വിളിക്കേണ്ട എന്നും തോന്നിപ്പോയി. അവൾ എന്ത് ചെയ്യണം എന്നോർത്തുകൊണ്ട് ആ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് ഷെഫി ഉസ്താദിൻ്റെ ആ നമ്പർ അവൾ സ്ക്രോൾ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചത്. റബ്ബേ, എനിക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. പക്ഷേ ഉസ്താദിനെ വഞ്ചിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നു. പാവം, എനിക്ക് വേണ്ടി ഒരുപാട് പ്രതീക്ഷിച്ച് കാത്തിരുന്നതാണ്. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നവൾക്ക് അറിയുന്നില്ല. വീട്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടാകും എന്ന് അറിയും. കാരണം ഇപ്പോഴൊക്കെ എല്ലാത്തിനും പെട്ടെന്നുള്ള സംവിധാനമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പഠിച്ചോനെ, ആരെയാണ് വിളിക്കുക? ഷെഫി ഉസ്താദിനെ വിളിക്കണോ അതോ ഉമ്മയെ വിളിക്കണോ ഉപ്പയെ വിളിക്കണോ എന്നെനിക്ക് അറിയുന്നില്ല. ഫർസാന വാട്സപ്പ് എടുത്തു. അറിയാതെ അതിലതാ മെസ്സേജ് അയക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റാർക്കുമല്ല, ഷെഫി ഉസ്താദിന്. അന്നത് ഷെഫി ഉസ്താദിന് അവൾ മെസ്സേജ് അയക്കുന്നു. ഹായ്. ഷെഫി ഉസ്താദ് ഓൺലൈനിലുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവൾ അയച്ചത്. പെട്ടെന്ന് തന്നെ ആരാണ് എന്നുള്ള ഒരു റീപ്ലൈ ആണ് അതിലേക്ക് വരുന്നത്. അറിയാത്ത നമ്പർ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അവൾ എന്ത് പറയണം എന്നായിപ്പോയി ഫർസാന. അവൾ അതാ കരയുന്ന ഒരു സ്മൈലിയാണ് ആദ്യം ഇട്ടത്. തിരിച്ചും ഇതാ ആരാണെന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ചോദ്യം. ഒടുവിൽ അവൾ പറഞ്ഞു, ഫർസാന, ജസീന എന്ന ഫർസാന. അതെ, തന്നെ പലപ്പോഴും ഷെഫി ഉസ്താദ് വിളിച്ചിരുന്നത് ഫർസാന എന്നായിരുന്നു. അത് കേട്ടപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോകുകയാണുണ്ടായത്. ഒരു റീപ്ലേയും കാര്യങ്ങളൊന്നുമില്ല. റബ്ബേ, എന്താ ഈ പെണ്ണിങ്ങനെ? എൻ്റെ മനസ്സിൽ വളരെയധികം വേദനയുണ്ട് അവളെക്കുറിച്ച്. അവൾ തന്നെ ഉപേക്ഷിച്ച് പോയതോർത്ത്. പക്ഷേ അവൾ ഒരിക്കലും ഇനി എന്നെ വിളിക്കുമെന്നോ മെസ്സേജ് അയക്കുമെന്നോ ഞാൻ വിചാരിച്ചതല്ല. പല തവണകളിലായി അവൾ എന്നെ ഒഴിവാക്കിയതാണ്. തന്നെ ഇനി നോക്കണ്ട എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും എൻ്റെ മനസ്സിൽ അവൾ വല്ലാതെ അങ്ങ് കയറിക്കൂടിയിരുന്നു. എന്താണെന്നറിയില്ല, ഫർസാനിയെ മറക്കാൻ അവൻക്ക് കഴിയുന്നില്ലായിരുന്നു. തന്നെ അവൾ ചതിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ടും അവൻ്റെ മനസ്സിൽ അവളെ തിരഞ്ഞ് നടക്കുക തന്നെയായിരുന്നു. അന്ന് ആ വീടുകളിലൊക്കെ മറ്റ് ഉസ്താദിൻ്റെ കൂടെ പോയി നടന്നു. പക്ഷേ അതിലൊക്കെ നിരാശയായിരുന്നു ഫലം. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. അവൾ എൻ്റെ മുമ്പിൽ വന്ന് കരയുന്നത് ഞാൻ പലതവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ, അതോ തന്നെ പറ്റിക്കുവാൻ വേണ്ടി ആരെങ്കിലാണോ? ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് റബ്ബേ. വിശ്വസിച്ച പെണ്ണ് ചതിക്കണ കാലാണിപ്പോൾ. അതുകൊണ്ട് ഈ നമ്പർ ഒരിക്കലും ഉറപ്പാകാതെ ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കില്ല. ഉസ്താദ് വിചാരിക്കുന്നു. എൻ്റെ ഉമ്മ എപ്പോഴും ചോദിക്കും, മോനെ, നീ ഫർസാനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മോനെ. എൻ്റെ കുട്ടിക്ക് കല്യാണപ്രായമായിട്ടുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് അതും കണ്ട് നടത്തി കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഒറ്റപ്പെടില്ല. ഉമ്മാൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കൊരാളുണ്ടാവുമല്ലോ. പലതവണ എൻ്റെ ഉമ്മ ഇപ്പോഴും അതിനെക്കുറിച്ച്
അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഉമ്മ, മോനെ സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഉമ്മ എന്ന് ഞാൻ ഇതുവരെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഉമ്മ വേദനിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എന്നോട് പറയും, മോനെ അവരെ നമ്പറൊന്ന് കൊണ്ടാ, ഞാനൊന്ന് പോയി നോക്കട്ടെ, നീ കണ്ടതല്ലേ, ഞാൻ പോയി നോക്കിയിട്ട് നമുക്ക് വേഗം ഒന്ന് ഉറപ്പിക്കാലോ. എൻ്റെ ഉമ്മ പലതവണ വിചാരിച്ചതാണ്. പക്ഷേ ഇല്ല, അവൾ എന്നോട് ഒരിച്ചിരി സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഹേയ്, എന്തിന്? ഞാൻ ഒരുപാട് തവണ മനസ്സിൽ പലവട്ടം ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ബീവിയായി അവളെ കൊണ്ട് നടക്കണമെന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് അവൾ പോയില്ലേ. അവൻ ആ മെസ്സേജിലേക്ക് തന്നെ നോക്കി. ഞാൻ ഫർസാന. റബ്ബേ, ഇതെനിക്ക് വിശ്വസിക്കാനാവുമോ? അവൾ എന്നെ ചതിച്ചു പോയ പെണ്ണാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള എപ്പോഴും അവളുണ്ട്. എങ്കിലും ഇതെനിക്ക് ഉറപ്പില്ല. ഇതെന്നെ ചതിക്കുവാൻ വേണ്ടി ആരോ. അവൻ അറിയാത്ത രീതിയിൽ ചോദിച്ചു, ഏത് ഫർസാന? കരയുന്ന സ്മൈലിയാണ് വീണ്ടും വന്നത്. ഞാൻ തന്നെ, ഉസ്താദിൻ്റെ മകള് ഫർസാന. ഫർസാന, നീ ഇപ്പോൾ എവിടെയാണ്? നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണോ ഇപ്പോൾ താമസിക്കുന്നത്? നിൻ്റെ ഭർത്താവ് എവിടെ? ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരം മുട്ടിപ്പോയി. അവൾ എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി. എന്താ റീപ്ലൈ ഇല്ലാത്ത? ഷെഫി ഉസ്താദ്, എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോൾ അവിടെയല്ല. പിന്നെ നീ എവിടെ? ഞാനിപ്പോൾ അങ്ങകലെ ഒരു മരുഭൂമിയിലാണ്. അവിടെ ഒരു അറബിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഫർസാന, നീ എങ്ങനെ അങ്ങോട്ടെത്തി? അതൊക്കെ ഒരു കഥയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പല വീടുകളിലും പല സ്ഥലങ്ങളിലായിട്ട് നിന്നു. ഒടുവിൽ ഒരു ഇത്താത്ത വന്ന് ഗൾഫിലേക്ക് ജോലിക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്. ഞാൻ എത്തിപ്പെട്ടത് ഒരു മരുഭൂമിയിലെ മസറയിൽ. അവിടെ ആടുകളും ഒട്ടകങ്ങളൊക്കെ മേയ്ക്കുന്ന സ്ഥലത്ത്. അവിടെ എനിക്കൊരു ജോലി, അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക എന്നുള്ളത്. ശരിക്കും അത് കേട്ട് ഉസ്താദ് ഞെട്ടിപ്പോയി. എന്താ ഫർസാന നീ പറയുന്നത്? സത്യമായിട്ടും നീ എങ്ങനെ? അതെ, പക്ഷേ എനിക്ക് അൽഹംദുലില്ലാ റാഹത്താണ്. ഇവിടെ എത്തിയിട്ട് റാഹത്താണ്. സത്യമായിട്ടും എൻ്റെ അർബാവ് എനിക്ക് ആദ്യത്തെ സാലറി തന്നു. ഞാൻ നാട്ടിലേക്ക് അയച്ചു. അൽഹംദുലില്ലാ സന്തോഷമാണ്. ഫർസാന, പെട്ടെന്നാണ് ഷെഫി ഉസ്താദിന് അത് ഓർമ്മ വന്നത്. ഫർസാനയുടെ ഉപ്പ തന്നോട് ചോദിച്ച ആ കാര്യങ്ങൾ. ഫർസാനിൻ്റെ ഉപ്പ തന്നെ ദർസിൽ പഠിപ്പിച്ച ഒരു ഉസ്താദ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. ഉസ്താദിൻ്റെ മകളെ വല്ലാതെ അങ്ങ് മനസ്സിലേക്ക് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ തന്നെ ഒഴിവാക്കിക്കൊണ്ട് അവൾ പോയി. ആ ഉസ്താദ് വേദനകളും വിഷമങ്ങളും തന്നോട് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ പള്ളിയിൽ ഉസ്താദിൻ്റെ തൊട്ടടുത്തിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞതാണ്, മോനെ ഷെഫി, എങ്ങനെയാണെന്നറിയില്ല, കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതാരാണ് അയച്ചതെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയുന്നില്ല. ഞാൻ എൻ്റെ ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു. നീ ആരോടെങ്കിലും ചോദിക്കേ, അവകാശികളില്ലെങ്കിൽ നിനക്ക് ഉപയോഗിക്കാം. പക്ഷേ മോനെ, എനിക്കത് എടുക്കാനേ കഴിയുന്നില്ല. തൽക്കാലം ആ പൈസ മകനെ ഞാൻ ഏൽപ്പിക്കട്ടെ. മോന് സമ്മതമാണെങ്കിൽ അത് കേട്ട് ഷെഫി ഉസ്താദ് പറഞ്ഞു, അല്ലോ ഉസ്താദേ, അതിനുള്ള ഇതൊന്നും നമ്മളെടുത്തില്ല. നിങ്ങളല്ല എന്നെക്കാളും ഒന്നും കൂടെ എല്ലാ കാര്യങ്ങളും സേഫ്റ്റിയാക്കി വെക്കുന്നവർ. അത് എനിക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും അതൊന്നും എൻ്റെ ക്ലിയറും അല്ല, ഇടപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഉസ്താദ് എന്നോട് ക്ഷമിക്കണം. എനിക്കതിനുള്ള ഒരു സേഫ്റ്റിയായ സ്ഥലമല്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഉമ്മ ഒറ്റക്കും ഒരു കൊച്ചു കുടിലും പിന്നെ പള്ളിയിലേക്ക് നിൽക്കുമ്പോൾ അത് സേഫ്റ്റി ഇല്ല ഉസ്താദേ, എന്നോട് ക്ഷമിക്കണം. ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൻ ഓർത്തു. അതെ, എവിടെ നിന്ന് വന്നാണ് മോനെ അറിയില്ല. എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫർസാന, നീ ക്യാഷ് അയച്ചിട്ട് ഞാനൊരു 10-15 ദിവസമേ ആയിട്ടുള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ. പക്ഷെ വീണ്ടും 3 ലക്ഷം രൂപ ഇങ്ങോട്ട് വന്നത് അത് ഷെഫി ഉസ്താദിന് അറിയില്ല. അതാ ഉസ്താദ് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ശരി, ഓക്കെ. ഉസ്താദ് അതാ നെറ്റ് ഓഫ് ചെയ്യുന്നു. നേരെ അന്ന് ഉസ്താദ് പോയത് അതാ അവളുടെ വീട്ടിലേക്കായിരുന്നു.
ഫർസാനയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഉസ്താദ് അവിടെ എത്തി കോളിംഗ് ബെല്ലമർത്തി. അല്ലോ, ആരാണാവോ? ബെല്ലടിച്ചല്ലോ. മക്കളെ, ആരാണാവോ? ഉമ്മ പെട്ടെന്ന് തന്നെ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. അല്ല, ആരത്? ഷെഫി ഉസ്താദോ? കുട്ടി കയറിയിരുന്നോളി, ബാപ്പ ഇവിടെ ഇല്ല, എപ്പോൾ വരുമായിരിക്കും. അവിടെ ഇരുന്നോളി, ഉമ്മ ചായ ഉണ്ടാക്കട്ടെ. ആ മോനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. തൻ്റെ ഭർത്താവ് പഠിപ്പിച്ച മോനുമാണ്, മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ആളുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ മോനോട് അധികം സ്നേഹവും ബഹുമാനവുമാണ്. എല്ലാം കൊണ്ടും നല്ല ഒത്തിണങ്ങിയ നല്ലൊരു പയ്യനാണ് ഷെഫി ഉസ്താദ്. സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം അവന് ഓക്കെയാണ്. നല്ല ദീനീ ചിട്ടയും കാര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയ സുന്ദരനായ ഒരു പുരുഷൻ. അപ്പോഴും ഉമ്മ ഓർക്കും, പഠിച്ചോനെ, ഇത്രയ്ക്കും സുന്ദരനായ ഒരു മോനെ വിട്ടിട്ടാണല്ലോ എൻ്റെ മോള് മറ്റൊരുത്തിൻ്റെ കൂടെ പോയത്. മോനെ ഷെഫി, ഉപ്പ വരൂ കേട്ടോ. ആ ഉമ്മ ഇരിക്കാം. പിന്നെ ഉമ്മ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. അത് ഉപ്പ വന്നിട്ടാവാം, അതായിരിക്കും നല്ലത്. മോനെ, എന്താണ്? എന്തെങ്കിലും? അല്ല ഉമ്മ, എനിക്ക് ചെറിയൊരു ന്യൂസ് ചെറുതായ രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോടൊന്ന് പറയണം കൂടിയിട്ടാണ് വന്നത്. പക്ഷെ ഉപ്പ ഇല്ലാതെ ഉപ്പാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഉസ്താദ് എടുക്കുന്നില്ലല്ലോ ഉമ്മ. മോനെ, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. ആ, ബെല്ലടിക്കുന്നുണ്ട്. ഹലോ ഇക്ക, പിന്നെ ഷെഫി മോൻ ഉസ്താദ് വന്നിട്ടുണ്ട്, ഒന്ന് ഇക്ക വരുമോ? എന്താ ഓൻ ഈ സമയത്ത് വന്നത്? എന്താ കാര്യടി? ഉപ്പാക്ക് ശരിക്കും ബേജാറായിപ്പോയി. ഇങ്ങളൊന്നിങ്ങോട്ട് വന്നോളി. അങ്ങനെ അതാ ഉപ്പ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ. ആ, അസ്സലാമു അലൈക്കും. മോനെ, വന്നിട്ട് കുറേ നേരമായോ? ഇല്ല ഉസ്താദെ, ഇപ്പം എത്തിയിട്ടുള്ളൂ. പിന്നെ ഉസ്താദ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ഉമ്മ കേൾക്കുമെന്ന് കരുതി അതിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ഉസ്താദിൻ്റെ കൂടെ ഷെഫി ഉസ്താദ് സംസാരിച്ചത്. നീ ചെല്ലേ, ചായ ഉണ്ടാക്ക്, ഉസ്താദ് പറഞ്ഞു. ഉസ്താദേ, നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, മോൻ സൂക്ഷിക്കൂ എന്നുള്ള കാര്യം ഉസ്താദ് എന്നോട് പറഞ്ഞിരുന്നല്ലോ. ആ മോനെ, ബേജാറാണടാ. ഇപ്പോൾ ദാ വീണ്ടും വന്നിട്ടുണ്ട്. സത്യമായിട്ടും അത് എങ്ങനെയാണെന്ന് ഒന്നും അറിയുന്നില്ല. ഉസ്താദേ, നിങ്ങൾ വിഷമിക്കണ്ട. ആ ക്യാഷെല്ലാം അയച്ചത് നിങ്ങളെ മോളാണ്, നിങ്ങളെ മോള് ഫർസാന. എന്ത്? റബ്ബേ, എന്ത് ഞാനീ കേൾക്കുന്നത്? ഉസ്താദിൻ്റെ വായിൽ വെള്ളം വെട്ടുന്നത് പോലെ പെട്ടെന്ന് അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് ഉസ്താദ് തൻ്റെ ഗുരുനാഥന് കൊടുക്കുന്നു. ഇത് ഉസ്താദ്, ഇത് കുടിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് പറ്റിയത്? നിങ്ങൾക്ക് എന്ത് ടെൻഷനായോ? മോനെ, എൻ്റെ കുട്ടീനെ നീ കണ്ടോ? എൻ്റെ കുട്ടി എവിടെയാണ്? ഒന്ന് പറഞ്ഞു തരുമോ ഉപ്പാനോട്? അദ്ദേഹം തേങ്ങി കരയുന്നു. റബ്ബേ, എന്തെങ്കിലും ആവോ എന്ന് ഉസ്താദ് ഭയപ്പെട്ടു. ഉമ്മ, ഷെഫി ഉസ്താദ് അല്പം ഉച്ചത്തോടെയാണ് വിളിച്ചത്. ആ, എന്താ മോനെ? ഉപ്പാക്ക് എന്തോ ഒരു... അദ്ദേഹം പിന്നീട് അല്പം ഉച്ചത്തിലായിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് ചോദിച്ചു, മോനെ, എൻ്റെ കുട്ടി തിരിച്ചു വരും? എൻ്റെ അടുത്തേക്ക് കരഞ്ഞ് കരഞ്ഞ് ഉപ്പയുടെ കണ്ണിൽ നിന്ന് ചോരയാണ് വരുന്നതടാ. എൻ്റെ കുട്ടി തിരിച്ചു വരുമോ? എന്തെങ്കിലും പഠിച്ച റബ്ബിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുട്ടിയെ നീ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഉമ്മയും അറിയാതെ കരഞ്ഞു. ഷെഫി ഉസ്താദും, ഉപ്പ നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങളെ കുട്ടി സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ട്. അൽഹംദുലില്ലാ. അല്ലാ, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? അതെ ഉപ്പ, നിങ്ങൾ ഒന്ന് റിലാക്സായി. ഷെഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പുറത്തൊക്കെ തടവി കൊടുത്തു, ആശ്വസിപ്പിച്ചു. ഉസ്താദേ, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങളെ ദുആ പടച്ച റബ്ബ് കേട്ടിട്ടുണ്ട്. ഉമ്മ, നിങ്ങളെ ദുആ അള്ളാഹു കേട്ടിട്ടുണ്ട്, വിഷമിക്കണ്ട. ഇനി നിങ്ങൾ വിഷമിക്കണ്ട, ഇനി നിങ്ങൾ സന്തോഷിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ അയച്ച ക്യാഷ് അത് നിങ്ങളുടെ മകൾ അയച്ചതാണ്, ഫർസാൻ അയച്ചതാണ്. അവൾ എനിക്ക് ഇന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഇതാ ആ ഫോൺ എടുത്തുകൊണ്ട് അതാ കാണിച്ചു കൊടുക്കുന്നു. വോയിസ് ഇല്ല, ഓരോ മെസ്സേജുകളും കണ്ടോ? ഇത് മോള് അയച്ചതാണ്. അവസാനമായി അവൾ പറഞ്ഞത് ഇതാണ്. അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ കൂടുതൽ നിന്നിട്ടില്ലത്രേ. പെട്ടെന്ന് അവൾ പോയി. എന്തൊക്കെ തന്നെയാണ്, അവളിപ്പോൾ അറേബ്യയിലാണ്, അവിടെ ഒരു ജോലി സ്ഥലത്താണ് എന്നാണ് പറയുന്നത്. നല്ല സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ അർബാവ് സാലറി തന്നത് വരെ അവൾ പറഞ്ഞു.
ഇത് കേട്ട് ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടിയതാണ്. കാരണം ഉസ്താദ് എന്നോട് അന്ന് ചോദിച്ചിരുന്നു, മോനെ ഇതൊന്ന് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. ആരുതാന്നറിയാതെ നമുക്ക് എടുക്കാൻ പറ്റൂലെന്ന്. അതുകൊണ്ട് തന്നെ ഉപ്പ ഇനി നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതൊക്കെ ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. മോനെ ഉപയോഗിക്കൊന്നും വേണ്ട, പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെ കുട്ടീനെ കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. അവിടെ വീഡിയോ കോൾ അലൗഡ് ആണോ എന്നറിയില്ല. എങ്കിലും ഷെഫി ഉസ്താദ് വിചാരിച്ചു, പഠിച്ച റബ്ബേ, ഒരു കോൾ ചെയ്ത് ഈ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ. അവൻ വിചാരിച്ചു, വേണ്ട, ഇപ്പോൾ തൽക്കാലം വേണ്ട. കാരണം എന്താണ് സ്ഥിതി എന്നൊന്നും അറിയില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും മകൾ അവിടെ സുരക്ഷിതമാണെന്ന് അറിയിച്ചല്ലോ. മോനെ ഷെഫി, ഉമ്മ ചായ ഉണ്ടാക്കട്ടെ? വേണ്ട ഉമ്മ, ഒന്നും വേണ്ട. ഉപ്പ, നിങ്ങൾക്ക് സമാധാനമായില്ലേ? വൈകാതെ ഇൻഷാ അല്ലാ അവൾ നിങ്ങളുടെ അടുക്കലെത്തും. നിങ്ങളെ അവർ വിളിക്കും, അത് ഉറപ്പുണ്ട്. അവൾ നിങ്ങളൊരിക്കലും മറക്കൂല. ഇൻഷാ അല്ലാ നിങ്ങളെ കണ്ണീരൊക്കെ തോർന്നു എന്ന് വിചാരിച്ചോളി. ഷെഫി ഉസ്താദിൻ്റെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു വാക്കുകൾ ഉമ്മയിലും ഉപ്പയിലും ഒരുപാട് സന്തോഷമുള്ളതാക്കി. അവർ അള്ളാഹുവിനോട് പടച്ച റബ്ബിലേക്ക് അതാ കരഞ്ഞ് തേടുന്നു. ഉമ്മ അപ്പോൾ തന്നെ ഉളൂഹ് ചെയ്ത് നിസ്കാരപ്പായ ഇട്ടു നിസ്കരിക്കുവാൻ വേണ്ടി തുടങ്ങി. അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 2 റക്കാത്ത് ഉമ്മ സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുകയാണ്. റബ്ബേ എൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കൺമുമ്പിൽ നീ എത്തിച്ചെന്ന റഹ്മാനെ. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത റബ്ബേ വളരെയധികം സന്തോഷകരമാണ്. ഷെഫി ഉസ്താദ് അത് ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. മോനെ, ക്യാഷ് പിന്നെയും വന്നിട്ടുണ്ട്, എൻ്റെ കുട്ടി അയച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ സമാധാനമില്ലായിരുന്നു, ഇപ്പോഴാണ് റാഹത്തായത്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ എടുക്കാനായിട്ടില്ല. എൻ്റെ കുട്ടിനോടൊന്ന് കണ്ട് സംസാരിക്കണം, എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. മോനെ കാണാൻ ഒരുപാട് കൊതിയുണ്ട്, അതുകൊണ്ടാണ്. ഉപ്പ, ഇൻഷാ അല്ലാ അവൾ അറബ് നാട്ടിൽ സുഖമായി ജീവിക്കുന്നു. അവൾക്ക് ഒരു പക്ഷേ എപ്പോഴും വിളിക്കാൻ പറ്റുമോ എന്തോ നമുക്ക് അറിയില്ലല്ലോ. ഇൻഷാ അല്ലാ അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ കോൾ ചെയ്യാൻ പറയാം. ഓക്കെ, നിങ്ങളുടെ നമ്പറൊക്കെ ഇല്ലെങ്കിലോ അങ്ങനെ കൊടുക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ കാണാപ്പാടം അറിയില്ലായിരിക്കും, സേവ് ചെയ്യുന്ന നമ്പറായതുകൊണ്ട്. പക്ഷെ ചില നമ്പറുകൾ ഹൃദയത്തിൽ വല്ലാതെ പതിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു പക്ഷേ എൻ്റെ നമ്പർ അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചത് കൊണ്ടായിരിക്കാം അത് പെട്ടെന്ന് സേവ് ചെയ്യാൻ കഴിഞ്ഞത്, ഉസ്താദ് വിചാരിക്കുന്നു. എന്നാലും ഷെഫി ഉസ്താദിന് സന്തോഷം തോന്നി. എന്നാലും ഫർസാന എന്നെ മെസ്സേജ് അയച്ചല്ലോ, കാര്യങ്ങൾ അല്പമെങ്കിലും സംസാരിച്ചല്ലോ. അപ്പോൾ ഇപ്പോഴും അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, അതോ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും സംസാരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കുമോ എന്നെ വിളിച്ചത്? അറിയില്ല. എന്തൊക്കെ തന്നെയായാലും മറ്റൊരുത്തൻ്റെ ഭാര്യയല്ലേ ഞാൻ. ഇനി അതിലൊരിക്കലും അവകാശപ്പെടുന്നത് നല്ലതല്ല. എന്തായാലും പഠിച്ചോനെ, ഇതിങ്ങനെയൊക്കെ ആയല്ലോ. ആ പാവപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീര് ഒന്ന് നിന്നല്ലോ, അതുതന്നെ വലിയ ആശ്വാസം. എന്നാൽ ഈ സമയം ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കൽ, എടി ഫാത്തിമ, നമ്മളെ മോള് തിരിച്ചു വരുന്ന എനിക്ക് ഉറപ്പായി. നമ്മളെ മോൾ അയച്ച ക്യാഷാണ് എടി അത്. മോൾ എനിക്ക് തോന്നുന്നു ആ മുസ്ലിം ചെക്കൻ്റെ കൂടെ പോയപ്പോൾ പെണ്ണൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ രക്ഷപ്പെട്ടതായിരിക്കും നമ്മളെ പ്രാർത്ഥന കൊണ്ട്. എന്നാലും അൽഹംദുലില്ലാ എനിക്ക് തോന്നുക നമ്മളെ മോൾക്ക് എന്തൊക്കെയോ നല്ല കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന്. എനിക്കറിയുന്നില്ല. അവൾക്ക് നമ്മളോട് ഫേസ് ചെയ്യാൻ നല്ല മടിയുണ്ടായിരിക്കും, കാരണം അങ്ങനെയല്ലേ ചെയ്തത്. അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് കാണാം. പറ്റുന്നുണ്ടെങ്കിൽ നമ്പർ കിട്ടിയാൽ നമുക്കൊന്ന് വിളിച്ച് നോക്കിയിരുന്നു മോളെ. ഇക്ക വേണ്ട, അവൻ പറഞ്ഞല്ലോ അത് ഇപ്പോൾ തന്നെ വിളിക്കേണ്ട എന്നുള്ളത്. അവൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്നാണല്ലോ. കാരണം അവിടെ അറേബ്യയിൽ ജോലിയൊക്കെ ആണെങ്കിൽ ഓരോ ഡ്യൂട്ടി സമയമൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് പറ്റുള്ളായിരിക്കും. എന്നാലും എൻ്റെ മോളെ, നീ എങ്ങനെ ഞങ്ങളെ ഇത്രമാത്രം എന്തിനാ കണ്ണീരിലാഴ്ത്തിയത്? ആദ്യമേ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഉമ്മാൻ്റെ പൊന്നു മോളെ ഞങ്ങൾ കൊണ്ടുവരാൻ വരുമായിരുന്നല്ലോ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫാത്തിമ, ഇനി കരയണ്ട. പഠിച്ച റബ്ബ് നമ്മളെ പ്രാർത്ഥന കേട്ടു എന്ന് വിചാരിക്കാം. അതിനു വേണ്ടി നമുക്ക് തേടാം.
നീ നമ്മളവളെ കുറ്റം പറയണ്ട. പിന്നെ അവൾ തിരിച്ചു വന്നാലും തന്നെ നീ എന്തിനാടി അവൻ്റെ കൂടെ പോയതെന്നുള്ളൊരു വാക്ക് പറയേ വേണ്ട. മനസ്സ് വേദനിപ്പിക്കരുത്, മനസ്സ് മാറ്റിയെടുക്കണം, അതാണ് വേണ്ടത്. അവൾ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വന്നാലോ, ഒരു പക്ഷേ അവളുടെ ദോഷമെല്ലാം പടച്ച റബ്ബ് പുറത്തു കൊടുത്താലോ? അപ്പം നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഫർസാന ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വരുമോ? അവൾ വീണ്ടും നല്ലൊരു സ്വാലിഹായ ഹൈറായ ജീവിതത്തിലേക്ക് കടന്നു വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.